സോറി ദിവ്യ. ഐ എം വെരി സോറി. എനിക്ക് തെറ്റുപറ്റിപ്പോയി ദിവ്യ. നിന്നെ ചതിച്ച് ഞാൻ വലിയൊരു തെറ്റാ ചെയ്തിരിക്കുന്നെന്ന് അറിയാം എനിക്ക്. സോറി ദിവ്യ. ഐ എം വെരി സോറി. റിയ, വെൽക്കം. നീ ഇങ്ങോട്ട് വഴിതെറ്റി വന്നാന്നാ എനിക്ക് തോന്നുന്നത്. വഴി മറന്നാലല്ലേ വഴി തെറ്റിക്കൂ. തെറ്റായ വഴി പോയാൽ ഉറപ്പായിട്ടും പ്രശ്നം വരും. യു ആർ അണ്ടർ അറസ്റ്റ്. വാട്ട്? നീ എന്താ തമാശ പറയാ? ജോക്ക് അടിക്കാനായിട്ടേ ഞാനതാ നിന്നെ പോലെ ജോക്കർ എന്റർടൈൻമെന്റ് കമ്പനി നടത്തുന്നുണ്ടോ? കുറെ നാളായിട്ട് എനിക്ക് നിന്നെ സംശയം ഉണ്ടായിരുന്നു. ഇനി നിന്റെ നാടകമൊക്കെ നിർത്തിക്കോ. ഏയ്, രാജശേഖറിനെ പറ്റിയുള്ള പേപ്പറിലെ ആർട്ടിക്കിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തതല്ല. പക്ഷെ കൊല ചെയ്തത് നീ തന്നെയാണെന്ന് നിന്റെ വിസിറ്റിംഗ് കാർഡ് അവിടുന്ന് കിട്ടിയപ്പോഴേ എനിക്ക് ഡൗട്ട് അടിച്ച. മാത്രല്ല ഇന്നലത്തെ പാർട്ടിയിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നീ അത് കൺഫേം ചെയ്യും ചെയ്തല്ലോ. വാട്ട് റബ്ബിഷ്! രാജശേഖർ മരിക്കുന്ന സമയത്ത് ഞാൻ പബ്ബിലായിരുന്നു എന്നുള്ളതിന്റെ എവിഡൻസ് ഞാൻ കാണിച്ചു തരാം, കണ്ടോളൂ. സി നൈസ് സെൽഫി. ഒരു പാവം ചെറുക്കനെ പ്രേമിച്ച് കല്യാണം കഴിക്കുന്നവരെ എത്തിയിട്ട് ക്രൂരമായി കൊന്നു കളഞ്ഞില്ലടി. നീയൊക്കെ ഒരു പെണ്ണാണോടി? ഹേയ്, എന്തൊക്കെ ഭ്രാന്താ പറയുന്നേ? നാണയില്ലടി നിനക്ക്? ആ നാണം കെട്ടവനെ ഞാനന്ന് കൊല്ലൂന്ന് പറഞ്ഞ ഞാൻ ഉടനെ അവനെ അങ്ങ് കൊന്നു കളയുന്ന നീ വിചാരിച്ചോ? ഇനി നിനക്ക് പറയാനുള്ളതൊക്കെ കോടതി ഒന്ന് പറഞ്ഞാ മതി. ഏയ്, ഡോണ്ട് ത്രെറ്റൻ മീ. എന്റെ ഇൻഫ്ലുവൻസ് എന്താണെന്ന് നിനക്ക് അറിയില്ല. രേഖയുടെ അനിയത്തി ആയതുകൊണ്ട് മാത്രം വെറുതെ വിടുക. ഡു യു ഹാവ് എ വാറന്റ്? Who said that a DCP needs a warrant to arrest jokers like you? ഏയ്, ഒച്ചെടുക്കല്ലേ, വാടി നടക്കാനല്ലേ പറഞ്ഞു. അങ്ങനെ വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ഞാൻ സംസാരിച്ചോളാം, നിങ്ങൾ വരൂ. ചേച്ചി, അഞ്ജലിയെ ജാമ്യത്തിലെടുത്ത് കൊണ്ടുപോകാനായിട്ടാണ് ഞങ്ങൾ വന്നത്. ചേച്ചി അവള് പറയുന്ന വിശ്വസിക്കുവാണോ? അവളുടെ സ്വഭാവം ശരിക്കും അറിയാത്തോണ്ടാ. ദയവ് ചെയ്ത് അവളെ വിശ്വസിക്കരുത്. അവിടുന്ന് ഒരു വിസിറ്റിംഗ് കാർഡ് കിട്ടിയെന്ന് വെച്ച് വിസിറ്റിംഗ് കാർഡോ? അതിന്റെ പേരിലൊക്കെ അറസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ അത് മര്യാദയാണോ? നീയൊക്കെ എങ്ങനെയാ IPS ആയിട്ട് മാറിയത്? ഫസ്റ്റ് ഓഫ് ഓൾ, അത്രയും ബലഹീനയായ ഒരു പെൺകുട്ടി ഇത്രയധികം പുരുഷന്മാരെ കൊന്നു എന്ന് പറയുന്നതിലെ ലോജിക്ക് തന്നെ എന്താണെന്ന് പറഞ്ഞത്? എനിക്ക് അവളെ 10 വർഷമായിട്ട് അറിയാവുന്നതാ. ഒരു ചെറിയ പാറ്റയെ പോലും അവൾക്ക് പേടിയാ. അങ്ങനെയുള്ള അവൾക്ക് നോക്ക്, ഞാൻ നിന്റെ ചേച്ചിയായിട്ടല്ല വന്നിരിക്കുന്നത്. ലീഗലി എന്റെ ഫ്രണ്ടിനെ റിലീസ് ചെയ്യാൻ വേണ്ടി വന്നതാ. അവൾക്ക് ജാമ്യം അനുവദിക്കണം. ഞാൻ പറയുന്നൊന്ന് കേക്ക്. കമ്മീഷണർ സാറിനെ പോലെ ചേച്ചിയും തെറ്റിദ്ധരിച്ചിരിക്കുക. അതൊന്ന് പ്രൂവ് ചെയ്യാൻ എനിക്കൊരു ചാൻസ് എങ്കിലും തന്നൂടെ? ഹലോ, എക്സ്ക്യൂസ് മീ, ബെയിൽ റെഡിയാണ്. നിങ്ങൾ റീസൺ എഴുതിയിട്ട് അവരെ പുറത്തു വിടുക പ്ലീസ്. ചേച്ചി, അഞ്ജലി, കുട്ടി ആ രജിസ്റ്ററിൽ ഒന്ന് സൈൻ ചെയ്യും. This is not fair, Riya. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ എന്റെ ഇമേജ് മുഴുവൻ നീ ഒറ്റയടിക്കാ ഇല്ലാതാക്കി കളഞ്ഞത്.
ഞാനൊരു പ്രശ്നം വരുമ്പോ ഒളിച്ചോടി പോകുന്ന ആളല്ല. ഞാനൊരു സ്ട്രോങ് വുമണാ. Bloody, you have not seen the end of this. അവളോട് സംസാരിച്ചിട്ട് കാര്യമില്ല, നമുക്ക് പോവാം. Shit. ഹാപ്പി ആനിവേഴ്സറി. വിഷ് യു ദ സെയിം ഡിയർ. എന്താ സ്പെഷ്യല്? ഷോപ്പിംഗ്? യെസ്, ഐ ആം റെഡി. കം, ലെറ്റ്സ് ഗോ. ഓൾറൈറ്റ്. അയ്യോ, ഞാൻ ഫോൺ എടുക്കാൻ മറന്നുപോയി. ഒരു മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണേ. ചെല്ലു ചെല്ലു. റോഹൻ! റോഹൻ! ഒന്ന് ഓടി വാ! റോഹൻ! ഒന്ന് വാ! റോഹൻ! രേഖ, എന്താ എന്താ എന്താ? റോഹൻ, തീ! ഓ ഷിറ്റ്. അയ്യോ! ഓ മൈ ഗോഡ്, ഇങ്ങോട്ട് വരല്ലേ? ഇത് അയ്യോ! ഇതാരായിരിക്കും ചെയ്തത് റോഹൻ? നീ പേടിക്കണ്ട, ഞാനുണ്ട്. സ്കൗണ്ടറൽ, ആരാണെങ്കിലും പുറത്തേക്ക് വന്നോ. റാസ്കൽ, പറഞ്ഞത് കേട്ടില്ലേ? Hey, it's me, guys. അഞ്ജലി, ഏയ്, നീ ഇവിടെ എന്താ ചെയ്യുന്നേ? ഹാപ്പി ആനിവേഴ്സറി ഗൈസ്. സർപ്രൈസ് തരാൻ വേണ്ടി ബാക്ക് ഡോറിൽ കൂടെ വന്നതിന് നിങ്ങൾ എന്നെ കണ്ണു കാണിച്ചാണ് വെൽക്കം ചെയ്യുന്നത്. അഞ്ജലി, അകത്തേക്ക് വാ. ഭാർഗവ്, ഇരിക്കെ. ചേച്ചി, സോറി ഫോർ ബീങ് ലേറ്റ്. റിയയ്ക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അസൈൻമെന്റ് ചെയ്യാണ്ടായിരുന്നു, അതുകൊണ്ട് അവൾ വരാതിരുന്നത്. ഒന്നും ആലോചിച്ച് പേടിക്കേണ്ട കാര്യമില്ല, ഞങ്ങളെല്ലാവരും ചേച്ചിയുടെ കൂടെ ഇല്ലേ. ഞങ്ങളുടെ ആനിവേഴ്സറിയുടെ അന്ന് തന്നെ ഞങ്ങളെ ടാർഗറ്റ് ചെയ്ത് ഞങ്ങളുടെ ഫോട്ടോയിൽ ക്രോസ് വരച്ച് ഈ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തത് അതാരായിരിക്കും? ഇനിയ സൈക്കോശാൻ വലുതുമാണോ? ചേച്ചി, ഡോണ്ട് ജംപ് ടു കൺക്ലൂഷൻസ്. എടോ പൊട്ടാ, താൻ എന്തായി ചെയ്യുന്നേ? അയ്യോ, സാറിന്റെ മേഡത്തിന് വിവാഹ വാർഷികമല്ലേ ഇന്ന്? ദൃഷ്ടിദോഷം കിട്ടാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നത് ഇതൊക്കെ. ഓ, അതാണല്ലേ. താനാണ് ഈ വീട് കത്തിച്ചത് അല്ലേ? കൂൾ ഡൗൺ. ഇരിക്കും. ഓ, എന്തൊരു കഷ്ടമാന്ന് നോക്കി. ഹേ റോഹൻ, ബി സെൻസിബിൾ. അയാൾ അങ്ങനെ കുഴപ്പക്കാരനൊന്നുമല്ല. ഇനി കത്ത് പിടിക്കാൻ കാരണം അയാളാണെങ്കിൽ തന്നെ നമ്മുടെ ഫോട്ടോയിൽ ക്രോസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇത് സൈക്കോഷ്യാമിന്റെ സിഗ്നേച്ചറാ. Hey guys, trust me, it's not me. ഏയ്, നീയാണെന്ന് ആരെങ്കിലും ഇവിടെ പറഞ്ഞോ? എനിക്ക് നിന്നെ സംശയം ഉണ്ടായിരുന്നെങ്കിൽ നിനക്ക് വേണ്ടി ജാമ്യം എടുക്കാൻ ഞാൻ സ്റ്റേഷനിലേക്ക് വരുമായിരുന്നോ? വെറുതെ ഓരോന്ന് ആലോചിച്ചു കൂട്ടാതെ. You only know me, Rekha. ചേച്ചി, തൽക്കാലം ഇപ്പൊ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുന്നതൊക്കെ ഒന്ന് നിർത്ത്. റിയ വന്നതിന് ശേഷം നമുക്ക് പിന്നീട് ആലോചിക്കാന്നേ. Good morning.